Hi, hello everyone. It's me, CA Sanjay. So welcome back to next particular item of chapter number 5, audit of items of FS, cash and cash equivalents. We all know cash and cash equivalents is one of the significant items in the balance sheet, asset side of the balance sheet. ശരിയല്ലേ? So cash and cash equivalents എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? Okay, അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? നമുക്കത് ആദ്യം നോക്കണം. Just a second here. Just a second. Okay, fine. So cash and cash equivalents എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് ധാരണ വേണം. ഓക്കെ, സോ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആർ ഇൻ ദ ഫോം ക്യാഷ് ഇൻ ഹാൻഡ് വരുന്നുണ്ട്, സ്റ്റാമ്പ്സ് ഇൻ ഹാൻഡ് വരുന്നുണ്ട്, ബാങ്ക് ബാലൻസ് വരുന്നുണ്ട്, മാർജിൻ മണി അക്കൗണ്ട്സ് വരുന്നുണ്ട്. ഐ ഹോപ്പ് യു ആർ കംഫർട്ടബിൾ വിത്ത് ദീസ് ടോപ്പിക്സ്. ക്യാഷ് ക്രെഡിറ്റ് ഡെബിറ്റ് ബാലൻസ്. സർ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലോൺ അല്ലേ സർ, പക്ഷെ അതിനകത്ത് ഡെബിറ്റ് ബാലൻസ് എന്നാണ് പറഞ്ഞത്. Okay, cash credit another debit balance will comes under cash and cash equivalent. Very important topic, very important point. Cash credit le debit balance comes under cash and cash equivalents. Fixed deposit, checks in hand. Okay, all these represent the most liquid asset of an enterprise. Okay, fine. So once again, cash and cash equivalents എന്തൊക്കെയാണ് വരുന്നത്? Cash in hand വരുന്നുണ്ട്, ബാങ്ക് ബാലൻസ് വരുന്നത്, ക്യാഷ് ഇൻ ഹാൻഡ് ബാങ്ക് ബാലൻസ്. ഓക്കെ, പിന്നെ മാർജിൻ മണി വരുന്നുണ്ട്, ക്യാഷ് ക്രെഡിറ്റ് ഡെബിറ്റ് ബാലൻസ്. ഐ റിപ്പീറ്റ്, ക്യാഷ് ക്രെഡിറ്റ് ഡെബിറ്റ് ബാലൻസ്, എഫ് ഡിസ് വരുന്നുണ്ട്, ചെക്സ് ഇൻ ഹാൻഡ് വരുന്നുണ്ട്. ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡിൽ വരുന്നത്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്? അറ്റ്മോസ്റ്റ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ഈസ് നീഡഡ് ടു ബി എക്സൈസ് വൈൽ ഓഡിറ്റിംഗ് സച്ച് ബാലൻസ്. whenever you are auditing cash and cash balance, you need to be highly professionally skeptic. Okay, so not much important. So what is important is the audit procedures. ഞാൻ ഇവിടെ ഓൾറെഡി ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളും അത് തന്നെ വായിച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ഇതിന്റെ ക്രിസ്പ് ആയിട്ടുള്ള സംഭവം നമ്മുടെ എവിടെയുണ്ട്? നമ്മുടെ നോട്ട്സിനകത്തുണ്ട്. ക്രിസ്പ് ആയിട്ട് ഇവിടെ ഏതാ ഇത്രയേ ഉള്ളൂ. ഇത്ര മാത്രം നിങ്ങൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ലാസ്റ്റ് മിനിറ്റ് റിവിഷനിൽ നിങ്ങൾ ഇത് മാത്രം വായിച്ചാൽ മതി. ഓക്കെ, സോ ബട്ട് വി ആർ പ്രിപ്പയറിംഗ് ഫ്രം ദ ICS സ്റ്റഡി മെറ്റീരിയൽ. So let's read this one. Okay, first point, cash should be checked not only on the last day of the year but also checked again and sometimes after the close of the year without giving notice of the auditor's visit either to the entity or to the staff. എന്താ പറയുന്നത്? സി നോർമലി പ്രാക്ടിക്കലി എന്താ സംഭവിക്കുക വെച്ചാൽ 31st മാർച്ചിലാണ് ഓഡിറ്റർ പോയിട്ട് ക്യാഷ് ബാങ്ക് ഒക്കെ വെരിഫൈ ചെയ്യുക, ക്യാഷ് ബാലൻസ് വെരിഫൈ ചെയ്യുക. ഇവിടെ പറയുന്നത് ക്യാഷ് ഷുഡ് ബി ചെക്ക് നോട്ട് ഓൺലി ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ദി ഇയർ. ലാസ്റ്റ് ഡേ ഓഫ് ദി ഇയർ 31st മാർച്ചിന് മാത്രം ചെക്ക് ചെയ്താൽ പോരാ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആരോടും പറയാതെ സർപ്രൈസ് ചെക്ക് നടത്തണം. സർ എന്താ സാർ ഈ സർപ്രൈസ് ചെക്ക് എന്ന് പറഞ്ഞാൽ? ആരോടും പറയാതെ, വിതൗട്ട് എനി നോട്ടീസ്, വിതൗട്ട് എനി ഇന്റിമേഷൻ, പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് ഐ വോണ്ട് ടു ചെക്ക് ദ ക്യാഷ് ബാലൻസ്, എത്രയുണ്ട് ക്യാഷ്, ഞാൻ എണ്ണി നോക്കട്ടെ. യു ഹാവ് ടു മേക്ക് എ സർപ്രൈസ് ചെക്ക്. സർപ്രൈസ് ചെക്ക് എന്ന് പറയുമ്പോഴാണ് എനിക്ക് പണ്ടൊരു സ്കൂളിൽ ഒരു ജോഗ്രഫി സാർ ഉണ്ടായിരുന്നു, രാമേന്ദ്രൻ സാർ എന്ന് പറഞ്ഞിട്ട്. ആ സാർ നമുക്ക് എപ്പോഴും വന്നിട്ട് പറയും, നാളെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ടെസ്റ്റ് ഉണ്ടാവും, സോ ടുമോറോ യു വിൽ ബി ഹാവിങ് എ സർപ്രൈസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഇൻസിഡന്റ് പെട്ടെന്ന് ഓർമ്മ വന്നു. സോ വാട്ട് എവർ, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ പോകരുത് വിതൗട്ട് ഗിവിംഗ് നോട്ടീസ്. വെരി ഇമ്പോർട്ടൻറ്റ്, വിതൗട്ട് ഗിവിംഗ് നോട്ടീസ്. സി, നിങ്ങൾ പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നെങ്കിൽ അവരെന്ത് ചെയ്യും? എത്രയാണോ ക്യാഷ് ഷോർട്ടേജ് ഉള്ളത് അത് അവിടെ എവിടെന്നെങ്കിലൊക്കെ സംഘടിപ്പിച്ച് അവരെന്ത് ചെയ്യും? അതിനകത്ത് ആഡ് ഓൺ ചെയ്യും. സോ വിതൗട്ട് എനി ഇന്റിമേഷൻ ഓർ വിതൗട്ട് എനി നോട്ടീസ് ടു എനി പേഴ്സൺ, ഈവൻ ടു ദ എൻറ്റിറ്റി ഓർ ദ staff, you have to go and conduct the physical verification of the cash. This is the point number 1. Okay, no? Yes. Second point, if there are more than one cash balance, sometimes in entities there will be more than one cash balances, like cash balance, petty cash balance, impressed cash balances with the employees, such kind of things. In such kind of things, all of them should be checked simultaneously as far as practicable. If there is more than one cash balances, all the cash balances should be checked simultaneously as far as possible, so that shortage in one balance is not made good by transfer of amount from other. Say for example, there are more than one cash balances. Okay, main cash balance, petty cash balance, impressed cash balance. So I am going to verify main cash balance. So what the cashier will do is, whatever amount, അവിടെ എത്ര amount ആണോ ഷോർട്ട് ഉള്ളത്, ഇംപ്രസ്ഡ് ക്യാഷിന് ഇങ്ങോട്ടേക്ക് തട്ടും, അല്ലെങ്കിൽ പെറ്റി ക്യാഷിന് ഇങ്ങോട്ടേക്ക് തട്ടും. ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് വെരിഫൈ ഓൾ ദ ക്യാഷ് ബാലൻസസ് സൈമിൾട്ടേനിയസ്ലി ആസ് ഫാർ എല്ലാം ഒരുമിച്ച് അങ്ങ് ക്യാഷ് വെരിഫൈ ചെയ്യാം. സോ ദാറ്റ് ദേ കാൻ അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പറ്റില്ല. ഇവിടെ കുറച്ച് ഷോർട്ട് ഉണ്ട്, എടാ ഇന്ന് ഇവിടെ ക്യാഷ് ചെക്കിംഗ് വരുന്നുണ്ട്, നിന്റെ കയ്യിലുള്ള കുറച്ച് പ്രാവശ്യം ഇങ്ങോട്ട് താ. സോ വി കാൻ ഡു സച്ച് കൈൻഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ്. റോള് ചെയ്യാൻ പറ്റില്ല, ക്യാഷ് റോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ മൾട്ടിപ്പിൾ ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ ക്യാഷ് റോൾ ചെയ്യാൻ സമ്മതിക്കാതിരിക്കണമെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ വെരിഫിക്കേഷൻ സൈമിൾട്ടേനിയസ്ലി ആസ് ഫാർ ആസ് പ്രാക്ടിക്കൽ. ഓക്കെ ആണോടാ? യെസ്. നെക്സ്റ്റ്, it is desirable for the cashier to be present while the cash is being counted. നിങ്ങൾ ഫിസിക്കലി ക്യാഷ് എണ്ണുന്ന സമയത്ത് അവിടെ ക്യാഷ് ഫിസിക്കലി പ്രസന്റ് ആയിരിക്കണം.
he should be made sign the statement prepared containing the details of the cash balance counted along with the denominations of cash. Sir, denominations of cash എന്ന് പറയുന്നത് sir, അല്ല denomination എന്ന് പറഞ്ഞാൽ നമ്മളെ കറൻസിയുടെ എണ്ണങ്ങൾ. നമുക്ക് എന്തൊക്കെ കറൻസീസ് ഉണ്ട്? 1 rupee കോയിൻ ഉണ്ട്, 2 rupee കോയിൻ ഉണ്ട്, 5 rupee ഉണ്ട്, 10 rupee ഉണ്ട്, 20 rupee ഉണ്ട്, 50 rupee ഉണ്ട്, 100 rupees, 200 rupees, 500 rupees. ഇതല്ലേ നമ്മുടെ ഡിനോമിനേഷൻ. യെസ്. സോ 1 rupee എത്ര കോയിൻ കിട്ടി, 2 rupee എത്ര കോയിൻ കിട്ടി, 5 rupees എത്ര കോയിൻ കിട്ടി, 10 rupees എത്ര, 20 rupees എത്ര, 50, 100, 200, 500. So you will get the final cash balance. And this statement should be signed by cashier. This should be signed by cashier. മനസ്സിലാവുന്നുണ്ടോടാ? Okay ആണോ? So the cashier should be present when you are physically verifying the cash. If he is absent at the time the cash is being verified, he may hold the auditor responsible for the shortage. See, just imagine I went to a company for physical verification of cash, but the cashier was not present. So when I verified, I found 10,000 rupees in a shortage ഉണ്ട് അവിടെ. So next day when cashier came, I asked, sir, ഇവിടെ ഞാൻ ഇന്നലെ വെരിഫൈ ചെയ്തിട്ടുണ്ട് 10,000 rupees ഷോർട്ട് ഉണ്ടല്ലോ. He will say, sir, മിനിഞ്ഞാന്ന് ഞാൻ പോകുന്നത് വരെ ഒരു ഷോർട്ടേജ് ഇല്ല. സാർ ഇന്നലെ എണ്ണിയ ശേഷമാണ് 10,000 rupees ഷോർട്ടേജ് എടുത്തത്. You are responsible for the shortage. Sir, കയ്യിൽ നിന്ന് പൈസ ഇടണം. എടാ, അയാൾ 10,000 rupees മോഷ്ടിച്ചതിന് അയാൾ ഇല്ലാത്ത സമയത്ത് ഞാൻ വെരിഫൈ ചെയ്താൽ ഞാൻ എന്റെ കയ്യിൽ നിന്ന് 10,000 rupees ഇടേണ്ട അവസ്ഥ. So you have to make sure tomorrow, whenever you are doing articleship, make sure you are physically verifying the cash in the presence of cashier. സർപ്രൈസ് ചെക്ക് എന്ന് പറഞ്ഞിട്ട് രാത്രി പോയിട്ട് ആരും കാണാതെ പോയിട്ട് ഇങ്ങനെ വെരിഫൈ ചെയ്യാൻ പാടില്ല. യു ഷുഡ് വെരിഫൈ ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് cashier. Next, if there is any rough cash book, okay, if there is any rough cash book, then auditor should test entries from the rough cash book also. Sir, എന്താ സാർ റഫ് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞത്? സി, ദാറ്റ് വിൽ ബി എ മെയിൻ ക്യാഷ് ബുക്ക്, ബട്ട് ചില സമയത്ത് നമ്മൾ ഡെയിലി ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ റഫ് ബുക്കിനകത്ത് നമ്മൾ എഴുതൂല, അതുപോലെ റഫ് ക്യാഷ് ബുക്കിൽ എഴുതും. എന്നിട്ട് പിന്നീട് നമ്മൾ ഈ റഫ് ബുക്കിനകത്തുള്ള എൻട്രീസ് ഒക്കെ എന്ത് ചെയ്യും? മെയിൻ ക്യാഷ് ബുക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, സോ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഓഡിറ്റർ ഷുഡ് ടെസ്റ്റ് ദ എൻട്രീസ് ഇൻ ദ റഫ് ക്യാഷ് ബുക്ക് ഓൾസോ. റഫ് ക്യാഷ് ബുക്ക് കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആസ് എൻ ഓഡിറ്റർ ഐ ഷുഡ് ടെസ്റ്റ് ദ റഫ് ക്യാഷ് ബുക്ക് ഓൾസോ. ഓക്കെ ആണോടാ? യെസ്. നെക്സ്റ്റ്, if the auditor finds any slip sheet for temporary advances, ഇപ്പം ചില സമയത്ത് കമ്പനി വിൽ ഗിവ് ടെമ്പററി അഡ്വാൻസസ്, ഒരു താൽക്കാലികമായിട്ട് ഒരു 10,000 രൂപ 5,000 രൂപ ഒരു അഡ്വാൻസ് കൊടുക്കും അഗെയിൻ സം സ്ലിപ്പ് ഓർ ചിറ്റ്, ഓക്കെ, pay to the employees as a part of their cash balance. Then he should check whether it is approved by the authorized official. ടെമ്പററി അഡ്വാൻസ് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ക്യാഷ് ബാലൻസിൽ നിന്നും ടെമ്പററി അഡ്വാൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പം നോർമലി ക്യാഷിയർ പൈസ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഇൻവോയ്സ് കിട്ടണം. സോ ക്യാഷിയറോട് പറയണം, സി നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ പരിപാടിക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വേണം വാങ്ങാനുണ്ട്. ഇപ്പോൾ സേഫ് ഓണം പരിപാടി കുറച്ച് പൂക്കളൊക്കെ വാങ്ങാനുണ്ട്. സോ എനിക്ക് എന്ത് വേണം? അഡ്വാൻസ് വേണം. സോ അയാൾ ആദ്യം പറയും ഇൻവോയ്സ് കൊണ്ടോ എന്നാലും ഞാൻ പൈസ തരും എന്ന് പറയും. ഇല്ല. സോ അയാൾ ആദ്യം തന്നെ കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. ഓക്കെ, സോ അങ്ങനെ വല്ല അഡ്വാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ, ഇറ്റ് ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ദ ഓതറൈസ്ഡ് ഒഫീഷ്യൽ. Okay, then he should perform cash sensitivity analysis. Very important term. If you are writing these terms in the exam, the evaluator will know you have read the textbook and they will give you mark. Cash sensitivity analysis endana, or എന്താ പറയുക അവിടെ, by comparing summary of total cash receipt and payment for each month cash receipt, cash payment, January, February, March, April, May, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ജനുവരി മാസത്തെ ക്യാഷ് റീസീറ്റ് എത്ര, ടോട്ടൽ ക്യാഷ് പേയ്മെന്റ് എത്ര, ഫെബ്രുവരി മാസത്തെ ക്യാഷ് റീസീറ്റ് എത്ര, മാർച്ച് മാസത്തെ ക്യാഷ് റീസീറ്റ് എത്രയാണ് ക്യാഷ് പേയ്മെന്റ്. സോ ഇത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതെങ്കിലും ഒരു മാസം വേരിയേഷൻസ് ഉണ്ടോ. ഇഫ് ദാറ്റ് ഇസ് എ വേരിയേഷൻ, വി ഹാവ് ടു റിക്വസ്റ്റ് ദ reason, we have to ask for the reasons. Okay, so this is known as cash sensitivity analysis. This is known as cash sensitivity. Cash balance എന്തെങ്കിലും കാര്യമായ വേരിയേഷൻസ് ഉണ്ടോ, auditor should see. Then auditor should obtain bank reconciliation statement. I think നിങ്ങൾ ഈ ഒരു ടോപ്പിക് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്, ഇഫ് യു ആർ ഫ്രം കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ +1 മുതൽ പഠിക്കുന്നുണ്ട് അല്ലെ? യെസ്. സോ ഒരു ചോദ്യമുണ്ട്, ഹൗ ടു വെരിഫൈ BRS. എങ്ങനെയാണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യേണ്ടത്? സംടൈംസ് ദേ വിൽ ആസ്ക് സച്ച് കൈൻഡ് ഓഫ് ഈസി ക്വസ്റ്റ്യൻസ് ഫോർ 4 marks. സോ ഇഫ് വി ഹാവ് ഇതൊന്ന് വായിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിസ്ക് ഇല്ല. വായിച്ചിട്ടില്ലെങ്കിൽ റിസ്ക്കാ. ചില സമയത്ത് വളരെ സിമ്പിൾ ആയിരിക്കും. എങ്ങനെയാണ് BRS വെരിഫൈ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആയിരിക്കും അല്ലെ? പക്ഷെ നമുക്ക് എഴുതാൻ പറ്റില്ല. നമുക്ക് അറിയുമെങ്കിൽ ചില സമയം നമുക്ക് കോൺസെപ്റ്റ് അറിയായിരിക്കും. Sometimes what happens is we may be very much comfortable with certain concepts, but we may not be able to express it in the paper. Okay, so what you have to do is just you have to read these topics once or twice. Okay, auditor should ensure that BRS is signed by the authorized person
so that he is able to assign the responsibilities in case of any error. Whoever has prepared the BRS, he has to sign the BRS. Okay, how to verify? Verification of BRS shall include such following steps. First point, tallying the balance as per the bank book to the bank confirmation statement. Tallying the balance as per the bank book. See, what is BRS? We will take bank balance as per the bank book and bank balance as per the passbook, and we will tally them, right? So that is the first point. Tallying the balance as per the bank book to the bank confirmation means passbook. Okay, Nora? Yes. Check all the, see, what are the things we have to focus when we are checking the BRS? First one, check issued but not presented. Do you remember all these points? You have learned in CA Foundation, you have learned in +1, if I'm not wrong. ശരിയല്ലേ? Check issued but not presented. പിന്നെയോ check deposited but not credited. ശരിയല്ലേ? Same time, there will be also some material reconciliation like amount charges or debited credited by the bank but not accounted. Amount has been debited or credited by the bank, but we have not accounted in our book. Okay, so these are the three things you have to give focus. Okay, എന്തൊക്കെയാണ്? Check issued but not presented, check deposited but not credited, and amount debited or credited by the bank but not has been accounted in the books. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. Check issued but not presented എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഒരു ക്രെഡിറ്ററിന് ചെക്ക് കൊടുത്തു, ബട്ട് ഹി ഹാസ് നോട്ട് യെറ്റ് പ്രസന്റഡ് അല്ലെ. സോ ആസ് എൻ ഓഡിറ്റർ വി ഹാവ് ടു സീ വെദർ ദ ചെക്ക് ഇഷ്യൂഡ് ഹാവ് ബീൻ സബ്സീക്വന്റ്ലി ബീൻ ക്ലിയർഡ് ബൈ ദ ബാങ്ക്. നമ്മൾ കൊടുത്ത ചെക്ക് സബ്സീക്വന്റ്ലി അത് പേയ്മെന്റ് പോയിട്ടുണ്ടോ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഡെബിറ്റ് ആയിട്ടുണ്ടോ നമ്മൾ നോക്കണം. പൈസ അത്രയും പൈസ കട്ട് ആയിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ. ഇനി ഒരു ചെക്ക് ഇഷ്യൂട്ട് 3 മാസത്തിൽ കൂടുതലായി ആ ചെക്ക് ലാപ്സായി, അപ്പൊ ആ ക്രെഡിറ്ററിനെ ഞാൻ വീണ്ടും ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണ്ടേ? സർ മനസ്സിലായില്ല സർ. സേ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ക്രെഡിറ്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ക്രെഡിറ്ററിനൊരു ചെക്ക് കൊടുത്തു. സേ ഫോർ എക്സാമ്പിൾ എന്റെ ക്രെഡിറ്റർ ആണ് മിസ്റ്റർ സോമൻ. സോമന് ഞാനൊരു ചെക്ക് കൊടുത്തു ടു ബാങ്ക് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ച് ചെക്ക് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്റെ ക്രെഡിറ്റർ അവിടെ കുറഞ്ഞില്ലേ? ക്രെഡിറ്റർ അത്രയും ഞാൻ പൈസ കൊടുത്ത പോലെ ഇല്ലേ? യെസ്. പക്ഷേ അയാൾ ആ ചെക്ക് ഇതുവരെ പ്രസന്റ് ചെയ്തില്ല. 3 മാസമായി ആ ചെക്ക് ഇതുവരെ പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പൊ എന്താ സംഭവിക്കുക? 3 മാസം കഴിഞ്ഞാൽ ആ ചെക്ക് ലാപ്സായി. ചെക്കിന്റെ വാലിഡിറ്റി എത്രയാണ്? 3 മാസം. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇത് റിവേഴ്സ് ചെയ്യണം. വി ഹാവ് ടു അഗെയിൻ റെക്കഗ്നൈസ് ദ ലയബിലിറ്റി. സോമൻ വീണ്ടും എന്റെ ലയബിലിറ്റി ക്രെഡിറ്ററായി. ഓക്കെ ആണോ? സോ ഇൻസ്റ്റഡ് നോക്കട്ടെ, ഫോർ ഓൾ ദ കേസസ് വെർ ദ ചെക്ക് ഹാവ് ബീൻ ബിക്കം സ്റ്റേൽ, ദാറ്റ് ഈസ് 3 months or more have lapsed since the issue date, the same should not appear in the BRS and should instead be taken back to liabilities. വീണ്ടും ആ ലയബിലിറ്റി കൂടും. എടാ കോമൺ സെൻസ് അല്ലടാ, common sense alle. See, you have a creditor, you issued a check to him. So when I issue check, my liability will decrease because I have made the payment, but the check has not been presented by the creditor and the check got stale എന്ന് പറഞ്ഞാൽ 3 months അതിന്റെ ഡേറ്റ് കഴിഞ്ഞു. Now അയാൾ വീണ്ടും എന്റെ ലയബിലിറ്റി, ഞാൻ അയാൾക്ക് വീണ്ടും പൈസ കൊടുക്കാനുള്ള പോലെ, so the liability will increase. Okay ആണോ? Yes. Same thing for check deposited but not credited. I have received a check from the creditor, I mean debtor. I have received a check but I have not yet credited in my books, bank account. Check deposited but not credited. Same case, what we have to see? We have to see by verifying if the balance were credited by the bank subsequently by tallying to the bank statement or subsequent നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു പക്ഷെ ഇതുവരെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയില്ലെങ്കിൽ നമ്മൾ നോക്കണം. സേ ഫോർ എക്സാമ്പിൾ ഇന്ന് എനിക്കൊരു ചെക്ക് കിട്ടി. ആ ചെക്ക് ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഡേറ്റ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക്. എപ്പോഴാണ് ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ്? സേ ഫോർ എക്സാമ്പിൾ 1/8/2024 ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, ആ പൈസ എപ്പോഴാണ് ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്നത്? ആക്ച്വലി മേ ബി സേ ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റഡ്, സേ ഫോർ എക്സാമ്പിൾ 7/8/2024. ആഫ്റ്റർ 6 days the amount gets credited in my bank. ഓക്കെ, സോ പക്ഷെ ഞാൻ എന്റെ ബുക്സിനകത്ത് എപ്പോഴാണ് എൻട്രി പാസ് ചെയ്യുക? 1/8. സോ അങ്ങനെയാണെങ്കിൽ ആസ് എൻ ഓഡിറ്റർ ഐ ഹാവ് ടു സീ വെദർ ദാറ്റ് എമൗണ്ട് ഹാസ് ബീൻ സബ്സീക്വന്റ്ലി ക്രെഡിറ്റഡ് ടു ദ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ ആണോ? ഫൈൻ ആണോ? യെസ്. ഇനിയിപ്പം 3 മാസം കഴിഞ്ഞു, ആ പൈസ ഇതുവരെ എനിക്ക് കിട്ടിയ ചെക്ക് ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് ഇതുവരെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ചെക്ക് കിട്ടുമ്പോൾ ഞാൻ ചെക്ക് കിട്ടിയെന്ന് പറഞ്ഞൊരു എൻട്രി പാസ് ചെയ്യുമല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ റവന്യൂ അവിടെ ഞാൻ റെക്കഗ്നൈസ് ചെയ്തു അല്ലെ, എന്റെ റവന്യൂ ഞാൻ അവിടെ റെക്കഗ്നൈസ് ചെയ്തു അല്ലെ. ചെക്ക് കിട്ടുമ്പോൾ തന്നെ ഞാൻ എന്റെ റവന്യൂ അവിടെ റെക്കഗ്നൈസ് ചെയ്തു. പക്ഷെ 3 മാസമായിട്ടും എന്റെ അക്കൗണ്ട് ഞാൻ അത് ക്രെഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യണം? നമ്മളത് റിവേഴ്സ് ചെയ്യണം അല്ലെ. The auditor should verify the revenue recognition related to such parties was in order and as per the company's revenue recognition policy. Okay, yes. പിന്നെന്താ പറഞ്ഞത്? certain material amount has been debited or credited in the bank account. അത് സേ ഫോർ എക്സാമ്പിൾ ബാങ്ക് ഒരു ചാർജ് പിടിച്ചിട്ടുണ്ട്, എന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു ചാർജ് പിടിച്ചിട്ടുണ്ട്, ഞാൻ അറിയില്ല. സോ a material amount has been debited from my bank account but not yet accounted in my books of account. So അത്തരം കാര്യങ്ങളൊക്കെ ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് കം ഡയറക്റ്റ് കൺഫർമേഷൻ. ഒബ്വിയസ്ലി
we have to obtain direct confirmation from the banks or financial institution where the amount is held. അല്ലെ, കറണ്ട് അക്കൗണ്ട് ആയാലും ശരി, ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആയാലും ശരി, ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് ആയാലും ശരി, റിസ്ട്രിക്റ്റീവ് യൂസ് അക്കൗണ്ട് ആയാലും ശരി, വാട്ട് എവർ, വി ഹാവ് ടു ഒപ്റ്റെയിൻ കൺഫർമേഷൻ. വി ഹാവ് ടു ഒപ്റ്റെയിൻ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ഏത് സ്റ്റാൻഡേർഡ് ഓർമ്മ വരുന്നത്? SA- ഹോംവർക്ക് ഏതാ? വേമറ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഹോംവർക്ക് ഫോർ യു. ഓക്കെ, സോ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം ഏതാണെന്ന്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുവാണെങ്കിൽ ഇപ്പം തന്നെ പോസ് അമർത്തിയിട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക, സർ എനിക്ക് ഉത്തരം കിട്ടി, ദിസ് ഈസ് SA- ആ SA ഏതാണെന്ന് എനിക്ക് പറഞ്ഞിടണം. ഓക്കെ, യെസ്. സോ അത് നിങ്ങൾ എന്തെങ്കിലും കൺഫർമേഷൻ വാങ്ങണം. The company should ask to investigate and reconcile the discrepancies if including seeking the written explanation or clarification from the bank or financial institution for any unresolved queries. Auditor, the company should ask to investigate and reconcile the discrepancies if any, including seeking written explanation from the bank for unresolved queries. For example, company ഒരു പൈസ ഇതുവരെ വന്നിട്ടില്ല. Okay, there is some kind of discrepancy. Bank and company ഒരു issue ഉണ്ട്. അങ്ങനെയാണെങ്കിൽ the company has to obtain return explanation from the bank for the unsolved queries. അങ്ങനെ വാങ്ങിയിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. Okay, then auditor should emphasize confirmation of 100% of the bank balances. കമ്പനിക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു 10 ബാങ്ക് അക്കൗണ്ടിൽ 10 ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസിനും കൺഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങണം. ഓക്കെ ആണോ? നെക്സ്റ്റ്, എഗ്രീയിങ് ദ, ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കണേ, in remote situation there are no replies received. I say for example ഒരു കമ്പനി ഉണ്ട്, കമ്പനിയുടെ പേര് കമ്പനി. ഓക്കെ, കമ്പനിയുടെ പേര് തന്നെ കമ്പനിയാണ്. ഓക്കെ, ഈ കമ്പനിക്ക് 3 ബാങ്ക് ഉണ്ട്, ഒരു SBI, ഒരു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, CBI എന്ന് പറഞ്ഞ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ, പിന്നെ ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അതിൽ എനിക്ക് ഇവിടുന്ന് റിപ്ലൈ വന്നു, ഇവിടുന്ന് റിപ്ലൈ വന്നു, ഇവിടെ ഞാൻ കൺഫർമേഷൻ ചോദിച്ചു, പക്ഷേ എനിക്ക് റിപ്ലൈ വന്നില്ല. ഓക്കെ, ഇഫ് നോ റിപ്ലൈ ഇസ് റിസീവ്ഡ്, വാട്ട് വിൽ ഐ ഡു? ഇഫ് നോ റിപ്ലൈ ഇസ് റിസീവ്ഡ്, I have 2 ഓപ്ഷൻ. ഇത് ചിലപ്പോൾ കേസ് സ്റ്റഡി ആയിട്ട് ചോദിക്കാം, ഇത് ചിലപ്പോൾ കേസ് സ്റ്റഡി ആയിട്ട് ചോദിക്കാൻ പറ്റും. ഓക്കെ, സേവ് എ കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടൊക്കെ ഇതൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ, ഇഫ് ഫോർ ദ എക്സ്റ്റേണൽ കൺഫർമേഷൻ, ഇഫ് ദ ഓഡിറ്റർ ഹാസ് നോട്ട് റിസീവ്ഡ് ദ റിപ്ലൈ ഫ്രം ദ ബാങ്ക്, വാട്ട് ഷുഡ് ആൻ ഓഡിറ്റർ ഡു? അവിടെ കയറിയിട്ട് മറ്റേ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, നമ്മുടെ എക്സ്റ്റേണൽ കൺഫർമേഷന്റെ സ്റ്റാൻഡേർഡ്, അവിടെ ഒരു ചോദ്യം പറഞ്ഞു, നമുക്ക് എക്സ്റ്റേണൽ കൺഫർമേഷൻ റിപ്ലൈ കിട്ടി, നമ്മൾ എന്ത് ചെയ്യണം എന്നൊരു ഉത്തരവുണ്ട് അവിടെ. ആ ഉത്തരം എഴുതി ഇവിടെ ഏതാ ചോദിക്കുന്നതിന് മനസ്സിലാക്കാം. ക്യാഷിന്, നമ്മുടെ ബാങ്ക് ബാലൻസിന് ബാങ്കിന്റെ മാനേജർക്ക് എക്സ്റ്റേണൽ കൺഫർമേഷൻ ചോദിച്ചു, പക്ഷേ റിപ്ലൈ കിട്ടില്ല, എന്ത് ചെയ്യണം നോക്കാം. Agreeing the balance to the bank statement received by the company or internet or online login to the account in auditor's presence. See, ഞാൻ ബാങ്കിലെ മാനേജറിനൊരു മെയിൽ അയച്ചു, ഐ വോണ്ട് ടു നോ ദ ബാങ്ക് ബാലൻസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ കമ്പനി ആസ് ഓൺ 31st March. അയാൾ എനിക്ക് റിപ്ലൈ തന്നില്ല. എന്ത് ചെയ്യും? ഞാൻ കമ്പനിയോട് പറയും, നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്നും ഇന്റർനെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്യണം. എൻ്റെ മുന്നിൽ നിന്നും എൻ്റെ പ്രസൻസിൽ, ഓഡിറ്ററിന്റെ പേഴ്സണൽ പ്രസൻസിൽ ഓൺലൈൻ ലോഗിൻ ചെയ്തിട്ട് എനിക്ക് ബാങ്ക് ബാലൻസ് വെരിഫൈ ചെയ്യണം എൻ്റെ പ്രസൻസിൽ. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സെൻഡിങ് ദ ഓഡിറ്റ് ടീം മെമ്പർ ടു ദ ബാങ്ക് ബ്രാഞ്ച് along with the entity's person to obtain bank balance confirmation. എൻ്റെ ഒരു ഓഡിറ്റ് ടീം മെമ്പറും കമ്പനിയുടെ ഒരു എംപ്ലോയിനും വിട്ടിട്ട് ബാങ്കിൽ വിട്ടിട്ട് എന്ത് ചെയ്യാം? ബാങ്ക് ബാലൻസ് വെരിഫൈ ചെയ്യാം. Okay, sending the audit team member to the bank branch along with the entity's person to obtain balance confirmation. If the entity is having a foreign branch, certain bank accounts holding foreign currency, അങ്ങനെയാണെങ്കിൽ ആ ഫോറിൻ കറൻസി പല ഡോളറിലോ ദിർഹംസിലോ ഒക്കെ ആയിരിക്കും. അത് നമ്മൾ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഏത് ദിവസത്തെ ആസ് ഓൺ 31st March ക്ലോസിംഗ് എക്സ്ചേഞ്ച് റേറ്റ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അത് ഇവിടെ പറഞ്ഞത്, ഇൻ അഡീഷൻ ടു ദ പ്രൊസീജിയേഴ്സ് പെർഫോംഡ് അബവ്, ദ ഓഡിറ്റർ ഷുഡ് എൻഷുർ ദാറ്റ് ഓൾ ബാങ്ക് അക്കൗണ്ട്സ് holding foreign currency have been restated at the closing exchange rate as per the applicable AFRF. ഓക്കെ ആണോ? സോ ഫോർ എക്സാമ്പിൾ എൻ്റെ ദുബായ് ബാങ്കിൽ സേ ഫോർ എക്സാമ്പിൾ ഒരു 2 ലക്ഷം ദിർഹംസ് ഉണ്ട്, 2 ലക്ഷം ദിർഹംസ് ഉണ്ട്. സോ ആസ് ഓൺ 31st March ഇതിന് ഞാൻ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ? യെസ്. അപ്പോൾ 31st March എന്താണോ എക്സ്ചേഞ്ച് റേറ്റ്, ആ ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റ് വെച്ചിട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി, ക്ലോസിംഗ് എക്സ്ചേഞ്ച് റേറ്റ് വെച്ചിട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ ആണോ? യെസ്. ആൻഡ് ഫൈനലി ലാസ്റ്റ് ഡിസ്ക്ലോഷർ ആണ്. ഡിസ്ക്ലോഷർ യു നോ ഓൾറെഡി യു ആർ ലേണിംഗ് ഇൻ ഷെഡ്യൂൾ 3, ബാങ്ക് ബാലൻസ് വിത്ത് ബാങ്ക്, ചെക്ക് ഡ്രാഫ്റ്റ്, ക്യാഷ് ഓൺ അതേഴ്സ്, ഇയർ മാർക്ക് ബാലൻസ്. ഇയർ മാർക്ക് ബാലൻസ് മീൻസ് മാറ്റി വെക്കുന്ന പൈസ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി ബാങ്കിനകത്ത് പൈസ മാറ്റി വെക്കണ്ടേ, നമുക്കറിയാം 30 ദിവസം കൊണ്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് 30 days കൊണ്ട് പറ്റിയില്ലെങ്കിൽ അടുത്ത 5 days 7 days കൊണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കണം എന്നൊക്കെ നമ്മൾ സെക്ഷൻ 123 പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ അങ്ങനത്തെ പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇയർ മാർക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? ഓക്കെ ആണോടാ? യെസ്. സോ ഓൾ ദീസ് തിങ്സ് യു ഓൾറെഡി നോ, യു ആർ ഓൾറെഡി ലേണിംഗ് ഇൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഫ് ഐ എം നോട്ട് റോങ്. So these are the audit procedures that you should focus on. ഇത് തന്നെയാണ് നമ്മുടെ ഷോർട്ട് നോട്ട്സിലുണ്ട്. ഫസ്റ്റ് വൺ, സർപ്രൈസ് ചെക്കിംഗ് ഓഫ് ക്യാഷ് ഇഫ് നെസറി. പിന്നെ ഷുഡ് നോട്ട് ഓൺലി ഓൺ ദ ലാസ്റ്റ് ഡേ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. 31st March മാത്രം ചെക്ക് ചെയ്യാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. ഇനി മോർ ദാൻ 1 ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ സൈമിൾട്ടേനിയസ്ലി എല്ലാം ചെക്ക് ചെയ്യണം.
പിന്നെ ക്യാഷ്യർ പ്രസന്റ് ആയിരിക്കണം. ഓഡിറ്റർ ഷുഡ് ടെസ്റ്റ് ദ എൻട്രീസ് ഓർ റഫ് ക്യാഷ് ബുക്ക് ചെക്ക് ചെയ്യണം. സെൻസിറ്റിവിറ്റി അനാലിസിസ് ചെയ്യണം. BRS ചെക്ക് ചെയ്യണം. BRS should be signed by the authorized person. Company should investigate and reconcile the discrepancies. ബാങ്കുമായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ കമ്പനി ഷുഡ് ബി ആസ്ഡ് ടു ഇൻവെസ്റ്റിഗേറ്റ്. ഇൻ റിമോട്ട് സിറ്റുവേഷൻ ഇവർ റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ടെസ്റ്റ്. എന്താ അഡീഷണൽ ടെസ്റ്റ് പറയുന്നത്? ഓഡിറ്ററിന്റെ പ്രസൻസിൽ ഇന്റർനെറ്റ് ലോഗിൻ ചെയ്യണം, ഓൺലൈൻ ലോഗിൻ ചെയ്യണം. അല്ലെങ്കിൽ വിൽ സെൻഡ് ഓഡിറ്റ് ടീം മെമ്പർ. എൻ്റെ ഓഡിറ്റ് ടീം മെമ്പറിന്റെ കൂടെ എൻറ്റിറ്റിയുടെ ഒരു ടീം മെമ്പറിനും കൂടി വിട്ടിട്ട് ബ്രാഞ്ചിലേക്ക് വിട്ടിട്ട് നമ്മൾ വെരിഫൈ ചെയ്യും. പിന്നെ ഫോറിൻ കറൻസി ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റീസ്റ്റേറ്റഡ് ആറ്റ് ക്ലോസിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, സോ ലാസ്റ്റ് ഡേ റിവിഷന് ഈ ഒരു ചാർട്ട് ബുക്ക് തന്നെ മോർ ദാൻ ഇനഫ് ആണ്. ജസ്റ്റ് ഇത് വെച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. ഓക്കെ ആണോ? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ടോപ്പിക് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ഇഫ് യു ആർ ഹാവിംഗ് എനി ഡൗട്ട്, യു നോ വാട്ട് യു ആർ സപ്പോസ് ടു ഡു, പ്ലീസ് വാട്സ്ആപ്പ് മീ. ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലൊക്കെ ആണെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യാം. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേഗം പറ. ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം പറ. ഫൈൻ ആണോ?